മലയാള സിനിമാ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ് ഫെഫ്ക. ഫെഫ്ക എന്നത് സംവിധായകരുടെ ഒരു കൂട്ടായ്മയാണ്. കഴിഞ്ഞ 16 വർഷമായി 21 പരം തൊഴിലാളി സംഘടനകളുടെ ഒരു ഫെഡറേഷനാണ് ഫെഫ്ക. സിനിമാ മേഖലയിലെ വിവിധ ഇടങ്ങളിലായി പ്രവർത്തിക്കുന്ന ടെക്നിക്കൽ വിഭാഗത്തിലും സംവിധായകരായും അഭിനേതാക്കളുമായും ഒക്കെ വിവിധ ഇടങ്ങളിലായി പ്രവർത്തിക്കുന്നവർക്കെല്ലാം സഹായകരമായി നിലകൊള്ളുന്ന ഒരു സംഘടനയാണ് ഫെഫ്ക. ആ ഫെഫ്ക ഇപ്പോൾ സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ സിനിമാ മോഹികളായുള്ള സിനിമാ പ്രവർത്തകരായുള്ള സിനിമാ തൊഴിലാളികളായിട്ടുള്ളവർക്ക് ഒരു ശുഭവാർത്തയുമായി എത്തിയിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ടെലിവിഷനുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ടെലിവിഷൻ രംഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്ക് ഒരു ശുഭവാർത്തയുമായി എത്തിയിരിക്കുകയാണ്. സിനിമാ മേഖലയിലെ പ്രൊഡ്യൂസർമാരുടെ സംഘടനയുമായി ചേർന്നുകൊണ്ട് 5 തവണയാണ് വേതന കരാറുകൾ ഫെഫ്ക ഒപ്പുവെച്ചിട്ടുള്ളത്. അത്തരത്തിൽ ടെക്നിക്കൽ വിഭാഗത്തിലെ തൊഴിലാളികൾ അസംഘടിതരാണെന്നും അസംഘടിതരായിട്ടുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഒരു ശക്തമായ രീതിയിൽ ചില നിലപാടുകളും ചില രീതികളും എടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് അവരെ സഹായിക്കുന്ന തരത്തിലേക്കുള്ള ഒരു അറിയിപ്പുകളാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഫെഫ്ക മുൻപോട്ട് വെച്ചത്. ടെലിവിഷൻ മേഖലയിലുള്ള പ്രധാനമായും ടെക്നിക്കൽ വിഭാഗത്തിലുള്ളവർ അസംഘടിതരാണ്. അവരുടെ സമയക്രമങ്ങളോ അവരുടെ വേതനങ്ങളോ അവരുടെ തൊഴിൽ സുരക്ഷയോ ഒന്നും തന്നെ വ്യക്തതയില്ലാതെ ഇങ്ങനെ പോവുകയാണ്. അതുകൊണ്ട് അവരുടെ ജീവിതം ഭദ്രമാക്കുവാൻ, കലയോട് അത്രമേൽ അഭിരുചി കാണിച്ചിട്ടുള്ളവരുടെ ജീവിതത്തെ ഭദ്രമാക്കി മാറ്റുവാൻ വേണ്ടി ഫെഫ്ക തയ്യാറെടുക്കുകയാണ്. ഫെഫ്ക സിനിമയിൽ നിലവിൽ പ്രൊഡ്യൂസർമാരുടെ അസോസിയേഷൻ ഉള്ളതുപോലെ ടെലിവിഷൻ രംഗത്തെ സീരിയലിന് വേണ്ടി, സീരിയൽ മേഖലയിലേക്ക് വേണ്ടി, ടെലിവിഷൻ രംഗത്തെ വിവിധ പരിപാടികൾക്ക് വേണ്ടി സാമ്പത്തികപരമായി അതിൻ്റെ പ്രൊഡക്ഷനിൽ നിൽക്കുന്ന പ്രൊഡ്യൂസർമാരെല്ലാവരും കൂടി ചേർന്ന് ഒരു സംഘടന രൂപീകരിക്കുന്നു. ടെലിവിഷൻ രംഗത്തെ പ്രൊഡ്യൂസർമാരുടെ ഒരു അസോസിയേഷൻ രൂപീകരിക്കുന്നു. ആ അസോസിയേഷനുമായി നിലവിൽ ഫെഫ്ക ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. സിനിമയിലെ പോലെ തന്നെ 3 വർഷ കാലയളവിൽ നിൽക്കുന്ന ഒരു കരാറാണത്. ആ കരാർ 3 വർഷം കഴിയുമ്പോൾ പുതുക്കണം. ആ കരാറിലുള്ളത് ടെലിവിഷൻ മേഖലയിൽ ജോലി ചെയ്യുന്ന, ടെലിവിഷൻ രംഗങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന തൊഴിലാളികളുടെ ഭദ്രതയ്ക്ക് വേണ്ടി, അവരുടെ ജീവിതത്തെ ഭദ്രമാക്കുവാൻ വേണ്ടി, അവരുടെ തൊഴിലിടങ്ങളിൽ അവരെ സുരക്ഷിതമാക്കുവാൻ വേണ്ടി, അവരുടെ വേതനങ്ങൾ കൃത്യമാക്കുവാൻ, അവരുടെ തൊഴിൽ സമയം കൃത്യമാക്കുവാൻ വേണ്ടിയിട്ടാണ്. അതായത് ടെലിവിഷൻ രംഗത്തോ അല്ലെങ്കിൽ സിനിമയിലോ ഒക്കെ പ്രവർത്തിക്കുന്നവരുടെ തൊഴിൽ എന്ന് പറയുന്നത് സ്ഥിരമായി മുൻപോട്ട് പോകുന്ന ഒരു തൊഴിലാവണമെന്നില്ല. കാര്യം ഒരു പക്ഷേ അവർ ഔട്ട്ഡേറ്റഡ് ആകുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് ശാരീരികപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴോ ഒക്കെ അവർ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ വലിയ തരത്തിലൊരു പടുകുഴിയിലേക്ക് വീണു പോകുന്ന തരത്തിലേക്കൊക്കെ നിരവധി കലാകാരന്മാരെ പറ്റിയിട്ടും നിരവധി ടെക്നിക്കൽ വിങ്ങിലുള്ളവരെ പറ്റിയിട്ടും സംവിധായകരെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. മാധവൻ അടക്കമുള്ളവരൊക്കെ അതിൻ്റെ ഉദാഹരണങ്ങളാണ്. അപ്പം അത്തരത്തിൽ നിരവധി ഉദാഹരണങ്ങൾ മലയാള സിനിമയിലും മലയാള ടെലിവിഷനിലും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ഉറപ്പില്ലായ്മ, ടെലിവിഷൻ രംഗത്തെയും സിനിമാ മേഖലയിലെയും തൊഴിലാളികളുടെ തൊഴിലുറപ്പില്ലായ്മയെ പരിഹരിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ ബുദ്ധിമുട്ട് എന്താണോ, അതായത് ടെലിവിഷൻ രംഗത്ത് തുടർന്ന് പോകുവാനുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ എന്താണോ, ആ ബുദ്ധിമുട്ടുകളെ പരിഗണിക്കുന്ന രീതിയിൽ, അത് പരിഗണിച്ചുകൊണ്ട് വേണ്ട രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന രീതിയിൽ എല്ലാ തരത്തിലുമുള്ള സഹായങ്ങളും അവർക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ് ടെലിവിഷൻ രംഗത്തെ പ്രൊഡ്യൂസേഴ്സിൻ്റെ അസോസിയേഷനും സംവിധായകരുടെ കൂട്ടായ്മയും ചേർന്നുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലൊരു കരാറ് രൂപീകരിച്ചു. ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം വ്യക്തമാക്കിയത് അത് തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള ഫെഫ്കയെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തത് വളരെ പ്രാധാന്യമുള്ള, ചരിത്ര പ്രാധാന്യമുള്ള ദിവസമാണ് ഇന്നത്തത്. കാരണം നിങ്ങൾക്കറിയാവുന്ന പോലെ 2008 മുതൽ മലയാള ചലച്ചിത്ര രംഗത്തെ 21 ക്രാഫ്റ്റുകളെ പ്രതിനിധീകരിച്ച് 21 തൊഴിലാളി യൂണിയനുകളുടെ ഫെഡറേഷനായിട്ടുള്ള ഫെഫ്ക പ്രവർത്തിക്കുന്നു. 16 വർഷം ആയി. ഈ 16 വർഷത്തെ കാലയളവിനുള്ളിൽ 5 തവണ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി വേതന കരാറ് ഒപ്പിടാൻ ഫെഫ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഈ 16 വർഷത്തെ പ്രവർത്തനം, 15 വർഷത്തെ പ്രവർത്തനത്തിനകത്ത് ടെലിവിഷൻ രംഗത്ത് തൊഴിലാളികളെ സംഘടിപ്പിക്കാൻ ഉള്ളൊരു സാഹചര്യം പലതവണ അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായിട്ടും അത് സാധിച്ചിട്ടില്ല. തുടർന്ന് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം, മലയാളത്തിലെ ടെലിവിഷനിലെ തൊഴിലാളികളുടെ അവസ്ഥ, സാങ്കേതിക പ്രവർത്തകരുടെ അവസ്ഥ എന്ന് പറയുന്നത് തികച്ചും അസംഘടിതരാണ്. അവർ കൃത്യമായിട്ടുള്ള വേതന വ്യവസ്ഥയോ സമയവ്യവസ്ഥയോ ഒന്നും അവിടെ നിലവിലില്ല. ഏതാണ്ട് ഫെഫ്ക രൂപീകരിക്കുന്നതിന് മുമ്പുള്ള ചലച്ചിത്ര പ്രവർത്തകരുടെ അവസ്ഥ അതിനേക്കാൾ കുറച്ചുകൂടി മോശം എന്ന് വേണമെങ്കിൽ പറയാം. ആ സാഹചര്യത്തിലാണ് ഞങ്ങൾ
ടെലിവിഷൻ മേഖലയിലെ മുഴുവൻ തൊഴിലാളികളെയും സാങ്കേതിക പ്രവർത്തകരെയും കൂട്ടിച്ചേർത്തുകൊണ്ട് ഫെഫ്ക മലയാളം ഡിജിറ്റൽ ആൻഡ് ടെലിവിഷൻ എംപ്ലോയീസ് യൂണിയൻ എന്ന് പറയുന്ന ഒരു ട്രേഡ് യൂണിയൻ രൂപീകരിക്കുന്നത്. അതിൻ്റെ ഒരു വിപുലമായ കൺവെൻഷൻ കഴിഞ്ഞ ജൂണിലാണ് തിരുവനന്തപുരത്ത് വെച്ച് നടന്നത്. ഞങ്ങളുടെ പ്രവർത്തന പുരോഗമിക്ക് ഏറ്റവും സന്തോഷമുണ്ടായ ഒരു കാര്യം, ഈ രംഗത്ത് സ്ഥിരമായി മുതൽ മുടക്കുന്ന നിർമ്മാതാക്കൾ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കൂടി രൂപീകരിച്ചു. ടെലിവിഷൻ നിർമ്മാതാക്കൾ. അതിൻ്റെ പ്രസിഡൻ്റാണ് ശ്രീ മൂവീസ് ഉണ്ണിത്താൻ. അദ്ദേഹം എനിക്ക് തോന്നുന്നു ആരംഭകാലം മുതൽ ഏറ്റവും കൂടുതൽ സീരിയലുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീരിയൽ രംഗത്തെ ഏറ്റവും പരിണിതപ്രജ്ഞനായിട്ടുള്ള പ്രൊഡ്യൂസറാണ്. അദ്ദേഹമാണ് അതിൻ്റെ പ്രസിഡൻറ്റ്. ശ്രീ ഷംനാഥാണ് അതിൻ്റെ ജനറൽ സെക്രട്ടറി. അദ്ദേഹവും വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡ്യൂസർ ആണ്. അപ്പോൾ ഈ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ് എല്ലാം കൂടി ചേർന്നൊരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ രൂപീകരിച്ചു. നിരന്തരമായി ഞങ്ങൾ തമ്മിൽ നടന്ന ചർച്ചകളുടെ വെളിച്ചത്തിൽ ഞങ്ങൾ ഇന്ന് സന്തോഷപൂർവ്വം നിങ്ങളെ അറിയിക്കുകയാണ്, ഞങ്ങൾ തമ്മിലൊരു വേതന കരാർ നിലവിൽ വന്നിരിക്കുകയാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഫെഫ്കയുടെ അംഗസംഘടനയായ ഫെഫ്ക MDTVയും തമ്മിലുള്ള ഒരു വേതന കരാർ. ഈ വേതന കരാർ നിലവിൽ വരുന്നതോടുകൂടി ടെലിവിഷൻ മേഖലയിലെ ഇതുവരെ അസംഘടിതരായിരുന്ന തൊഴിലാളികൾക്ക് കൃത്യമായ സമയവ്യവസ്ഥയും കൃത്യമായ വേതന വ്യവസ്ഥയും ഉണ്ടാവും. ഈ വേതന കരാറ് 3 വർഷമായിരിക്കും ഇതിൻ്റെ കാലയളവ്. 3 വർഷത്തിന് ശേഷം ഇത് പുതുക്കപ്പെടും, സിനിമയിലുള്ളതുപോലെ തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചലച്ചിത്ര പ്രവർത്തകരെ, ടെലിവിഷൻ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ദിവസമാണ്. അതോടൊപ്പം അവരുടെ തൊഴിൽ സുരക്ഷ ഉറപ്പാക്കുന്ന നിരവധി നടപടികൾ ഞങ്ങൾ സംയുക്തമായി കൈക്കൊണ്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു സിനിമ പോലെയല്ല, അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു തൊഴിലുറപ്പും അതിനകത്തില്ല. ഒരു സുപ്രഭാതത്തിൽ വേണമെങ്കിൽ ഒരു സാങ്കേതിക പ്രവർത്തകനെ മാറ്റി മറ്റൊരാളെ അതിലേക്ക് കൊണ്ടുവരാം, തൊഴിലാളികളെ ഒന്നടങ്കം മാറ്റാം. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇനി കൃത്യമായ വ്യവസ്ഥയുണ്ടാവും. അത് നേടിയെടുക്കാൻ സാധിച്ചത് ഫെഫ്ക എന്ന് പറയുന്ന വലിയൊരു തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ കൂട്ടായ പ്രയത്നം വളരെ നിർണായകമായിരുന്നു അതിനകത്ത്. ഒപ്പം ഈ തൊഴിലാളികളുടെ സാഹചര്യങ്ങൾ കണ്ടറിഞ്ഞ് ഇങ്ങനെ മുമ്പോട്ട് പോയാൽ ശരിയാകില്ല, അവർക്ക് അർഹതപ്പെട്ട വേതനം ഉറപ്പാക്കണം, ഏറ്റവും മികച്ച ഒരു സമയവ്യവസ്ഥ അവർക്ക് ഉറപ്പാക്കി കൊടുക്കണം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഈ ഉദ്യമത്തിൽ ഞങ്ങളോടൊപ്പം നിന്ന് സഹകരിച്ച് ഇന്ന് കരാർ ഒപ്പിട്ട നിർമ്മാതാക്കളുടെ പ്രതിനിധികൾ, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും അറിയിക്കുകയാണ്. ബി ഉണ്ണികൃഷ്ണന്റെ വാർത്താ സമ്മേളനത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. ഇനി വരും കാലങ്ങളിൽ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ടെലിവിഷൻ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, ടെക്നിക്കൽ വിങ്ങിൽ പ്രവർത്തിക്കുന്നവർ, ഇവരെല്ലാവരുടെയും ജീവിതം ഇനി മുതൽ ഭദ്രമായിരിക്കും. അവരുടെ വേതനം കൃത്യമായിരിക്കും, അവരുടെ തൊഴിൽ സമയം കൃത്യമായിരിക്കും, അവരുടെ ശമ്പളത്തിൻ്റെ കാര്യത്തിൽ കൃത്യത ഉണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങളും കൃത്യമാക്കിക്കൊണ്ട് അവരുടെ ജീവിതം, അവരുടെ കലാരംഗത്തെ ജീവിതം ഭദ്രമാക്കുന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് നൽകുകയാണ് ഫെഫ്ക.